വാട്ടർ ബാപ്റ്റിസം, വെള്ളത്താലുള്ള സ്നാനം. കഴിഞ്ഞ ദിവസം ബൈബിളിലെ 7 തരത്തിലുള്ള സ്നാനം ഉണ്ടായിരുന്നെന്നും അതിൽ ദൈവം നമ്മളോട് കമാൻഡ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ് വാട്ടർ ബാപ്റ്റിസം. അതിനെക്കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28:18 മർക്കോസിൻ്റെ സുവിശേഷം 16:16 വാക്യങ്ങൾ വെച്ച് വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഗോ ye unto all the world and preach the good news, baptizing them in the name of the Father, Son and the Holy Spirit. ലോകം മുഴുവനും പോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, അങ്ങനെയാണ് പറയുന്നത്. സുവിശേഷം പറയാം, സ്നാനം കഴിപ്പിക്കാനുള്ള അവകാശം ദൈവം അവിടെ കൊടുക്കുന്നതായിട്ട്. ഇറ്റ്സ് എ കമാൻഡ്. അപ്പം ബാപ്റ്റിസോ മീൻസ് സംബഡി ബീങ് ഇമേഴ്സ്ഡ്, അതായത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പൊക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ബാപ്റ്റിസോ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഇത് ലാറ്റിൻ വേർഡിൽ പറയും, ഗ്രീക്ക് വേർഡിലും പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡൈ ചെയ്യുന്നതിന് വേണ്ടി സിൽക്കിൻ്റെ നൂലുകൾ എടുത്തിട്ട് ആ ഡൈക്കകത്തോട്ട് നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് അതിൽ പിടിച്ചിട്ട് അത് പൊക്കിയെടുക്കുമ്പോൾ ആ നൂലിൻ്റെ കളറ് മാറും, അതിൻ്റെ ഗുണം മാറും, അതിൻ്റെ ടെക്സ്ചർ മാറും, അതെല്ലാം രൂപാന്തരപ്പെട്ട് വേറൊരു തരത്തിലുള്ളതായിട്ട് മാറി വരുന്നു. കാരണം ദ ഡൈ, കളർ ചെയ്യാൻ ഉപയോഗിച്ച ഡൈ, സംതിങ് ഈസ് ഡൂയിങ് ഓൺ ദ ക്ലോത്ത്, ഓൺ ദ യാൺ വിച്ച് ഈസ് പുട്ട് ഇൻ സൈഡ് ദ ഡൈ. അതായത് ഡൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് കളറാണോ ആ കളർ ആ തുണിയിൽ അല്ലെങ്കിൽ ആ നൂലിൽ പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. മുക്കിയ സാധനം അല്ല പൊങ്ങി വരുന്നത്, ബിക്കോസ് ഇറ്റ്സ് സോ ഡിഫറെൻറ്റ് ഇൻ കളർ ആൻഡ് ഇൻ ഇറ്റ്സ് സ്മെൽ ആൻഡ് ഇൻ ഇറ്റ്സ് ലുക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. നമ്മൾക്ക് 3 തലമുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. 3 തലം നമുക്കുള്ളതിൽ ആത്മാവിനെക്കുറിച്ച്, ദേഹത്തെക്കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ദേഹീതലം നമ്മൾ ആരെ അവെയർനെസ്സാണ്, ഞാൻ ആരാണ്, എനിക്കെന്തറിയാം, ഞാൻ ഏത് കുടുംബത്തിലാണ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ളതാണ്, ഇതൊക്കെ എനിക്കെന്താ കഴിവുണ്ട്, ഇതെല്ലാം നമ്മൾ അറിയുന്ന ദേഹീതലമാണ്. എന്നാൽ ആത്മീക തലത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുന്നില്ല. എങ്കിലും ഇഫ് യു ലുക്ക് ഇൻ ദി ഓൾഡൻ കൾച്ചേഴ്സ്, അവർക്ക് ആത്മാവിനെക്കുറിച്ച് അറിയാം. അവർ അന്ധകാരശക്തിയെ വിളിക്കുന്നതിന് കിടന്നുകൊണ്ട് അവർക്കറിയാം ഏതോ ഒരു അൺസീൻ ഫോഴ്സ് അവരുടെ മേൽ ഭരിക്കുന്നതുകൊണ്ട് അവരതിനു വേണ്ടി തുള്ളുകയും അവർ ആടുകളെ മൃഗങ്ങളെ രക്തം കൊടുക്കുകയും ഇങ്ങനെ പലതും ചെയ്ത് ഡാൻസ് ചെയ്ത് അവരുടെ മേൽ ശക്തി വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ആത്മീയതല അറിയാം, പക്ഷേ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളോട് ദൈവം പറയുന്നത്, വി ഹാവ് ടു ബി അലൈവ് ഇൻ അവർ സ്പിരിറ്റ്, ബിക്കോസ് ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ഒരു ആത്മാവാണ്. ദൈവം ഒരു ആത്മാവാണെങ്കിൽ ആത്മീയ തലത്തിൽ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. യേശുക്രിസ്തു പോലും യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സമരിയക്കാരത്തി സ്ത്രീയോട്, ഞാൻ ആത്മാവാകുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കുന്നെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ദാറ്റ് വുമൺ, ആ സമരിയക്കാരി സ്ത്രീ എന്ന് പറയുന്നവൾ 5 ഭർത്താക്കന്മാരുള്ളവൾ ഇപ്പോൾ 6ാമതൊരാളെ അന്വേഷിച്ച് നടക്കുകയാണ്. അവൻ കൂടെ ഉള്ളത് ഭർത്താവല്ല എന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പം എന്തോ സ്നേഹം കിട്ടാൻ വേണ്ടി, അപ്രൂവൽ കിട്ടാൻ വേണ്ടി, അതായത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു അവെയർനെസ് കിട്ടാൻ വേണ്ടി അവൾ ഓടി നടക്കുകയാണ്. അതവിടെ കിട്ടത്തില്ല. പക്ഷേ ഷീ ഗോട്ട് ഇറ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ പറഞ്ഞ സത്യമാണ്, ഞാൻ ആത്മാവാണ്, എന്നെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിനും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുമ്പം ആത്മീക തലം ജഡീക തലത്തെക്കാട്ടിലും സത്യമാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ആത്മീക തലം, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുവെങ്കിലും ഐ എം സ്പീക്കിംഗ് ഓഫ് ദ ഹെവൻലി തിങ്സ്, സ്വർഗീയ സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഐ എം സീറ്റഡ് ഇൻ ദ ഹെവൻലീസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതാണ് സത്യവചനം. നമ്മുടെ നാവിന് അല്ലെങ്കിൽ നമ്മുടെ വചനങ്ങൾക്ക്, നമ്മുടെ ശബ്ദത്തിന് ശക്തിയുണ്ട്. we can actually change the direction by our words. ആ ശക്തി വരണമെങ്കിൽ, യഥാർത്ഥ ശക്തി ക്രിസ്തുവിൻ്റേത് വരണമെങ്കിൽ നമ്മൾ ആത്മീയ തലത്തിൽ ഉയരണം, ഉണർന്നിരിക്കണം. അപ്പം ദൈവം പറയുന്നത്, നിങ്ങൾ ആത്മീയ തലത്തിൽ എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, ഞാൻ പറയുന്ന കൽപ്പനകളെ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് അഭിഷേകം. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ മാനസാന്തരത്തിൻ്റെ സ്നാനമാണ് വിളിച്ചു പറഞ്ഞെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും തീയുടെ സ്നാനവുമാണ്. അപ്പം അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപൻ വിളിച്ചു പറഞ്ഞത്, അതെ, എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, പക്ഷേ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. തീയാകുന്ന സ്നാനം ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തീ വരുമ്പോഴേ നമ്മളിലുള്ള ജഡീക ശക്തി കരിയുന്നുള്ളൂ.
ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ തലങ്ങൾ മാറിയതിനാൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് തീയിറങ്ങും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, പ്രധാന വചനമെടുക്കും, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നുണ്ടെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി വരും. നമ്മളെ കരിച്ചു കളയുന്ന കാണാം. കാരണം അത് നമ്മളിലുള്ള ജഡത്തെയാണ്. എന്തുമാത്രം ജഡമാണ്. ഇപ്പോൾ ഈ വചനം പറയുന്നതിന് മുമ്പ് നമ്മളിൽ ജഡം പൊങ്ങി വരുന്നതിന് മുഴുവൻ കരിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ. ബിക്കോസ് ഇത് ആത്മീക തലമാണ്. തലം മാറുമ്പോൾ ആത്മീക തലമാണ് സത്യമെന്ന് മനസ്സിലാക്കിയാൽ ചിലരുടെയൊക്കെ ആത്മാവിനെ നമ്മൾ ചെന്ന് തൊട്ടിട്ട് അവർ കിടക്കുന്ന, അതായത് ആത്മാവ് അടിത്തട്ടിൽ കിടക്കുന്നതിന് എൻ്റെ ജോലി അത് പറഞ്ഞ് പൊക്കിക്കൊണ്ട് ആത്മീയ തലത്തിനെ ജഡീക തലത്തിൽ നിന്നും പൊക്കിക്കൊണ്ട് വന്നിട്ട് ടേക്ക് ദി അപ്പർ ഹാൻഡ്, മുന്നോട്ട് വന്നിട്ട് ശക്തിയായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ ബാപ്റ്റിസം മാനസാന്തരത്തിനെ ആണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ബാപ്റ്റിസം പരിശുദ്ധാത്മാവിലും തീയാലും നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയാണ്. അതില്ലാതെ നമുക്ക് ഒരു കാര്യം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യവും ഈ ഭൂമിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ചെയ്യാനൊക്കത്തില്ല. ആ ഒരു സത്യം എങ്ങനെ അടുത്ത തലമുറയെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ, ഇത്രമാത്രം ജഡത്തിന് പുഷ്ടി കൊടുക്കുന്ന ഈ ഒരു കാലയളവിൽ ഇതെങ്ങനെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ രാവും പകലും ഇത് വിളിച്ചു പറയാൻ ആളുകൾ വേണം. പെരയുടെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറയണം. മൈക്കുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ബാത്റൂമിൽ നിന്ന് നമുക്ക് പറയാൻ സൗകര്യമില്ലെങ്കിൽ കിഴക്കിനോടും പടിഞ്ഞാറിനോടും വടക്കിനോടും തെക്കിനോടും ഞാൻ പറയുന്നു എന്ന് വിളിച്ചു പറയണം. ബിക്കോസ് സ്പിരിറ്റ് റെലം ഹാസ് ഗോട്ട് പവർ. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന മരിച്ചവരെ ഉണർത്തി എഴുതിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയുണ്ടെങ്കിൽ, മരിച്ച ആത്മാവുമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ജീവനില്ലാതെ അല്പപ്രാണിയായിട്ട് നടക്കുന്ന ആത്മാവുമായിട്ട് നടക്കുന്ന പല മക്കളെയും ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചെന്ന് വിളിച്ചു പൊക്കാണ്. എഴുന്നേൽക്ക്, പ്രകാശിക്ക്, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. എസെക്കിയേൽ നമ്മൾ 47 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അളവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അളവെന്ന് പറയുന്നത് ഒറ്റ നിമിഷത്തിലല്ല വരുന്നത്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ആദ്യമേ ഉമ്മരപ്പടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വെള്ളമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം ഒഴുകുമ്പോൾ വാട്ടർ ഈസ് ആക്ച്വലി ലൈഫാണ്. അപ്പോൾ ഈ വാട്ടർ ലൈഫാണെന്ന് പറയുമ്പം എൻ്റെ ജോലി എന്താ, ഞാൻ സത്യം പറഞ്ഞാൽ വാട്ടർ അയക്കുന്നതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, വരണ്ട ദേശത്തേക്ക് വെള്ളം അയക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. പലപ്പോഴും പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ വെള്ളം ഇങ്ങനെ വറ്റിയിട്ട് വെണ്ട് കയറി കിടക്കുന്ന കണ്ടം പോലെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഏത് വിത്തിട്ട് കിളിപ്പിക്കാൻ സാധിക്കും? അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ 41:18 പറയുന്നുണ്ട്, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. പാഴ്മലയാണ്, അതായത് മുട്ടക്കുന്നുപോലെ നിൽക്കുകയാണ്. എല്ലാം തികഞ്ഞെന്ന് ചിന്തിക്കുക. പക്ഷേ ദൈവസന്നിധിയിൽ പാഴ്മലയാണ്. അവിടെ ഒരു ചെറിയൊരു പച്ചക്കളറിലുള്ള പുല്ല് പോലും കിളുക്കാതെ നിൽക്കുന്ന മലയാണ്. അവിടേക്ക് ഞാൻ എൻ്റെ നദികളെയും അതുപോലെ താഴ്വരയുടെ നടുവിൽ ഞാൻ ഉറവകളെയും തുറക്കും. മരുഭൂമിയിൽ ഞാൻ നീർപ്പൊയ്കയും, ദാറ്റ് മീൻസ് നീർപ്പൊയ്ക എന്ന് പറയുന്നത് പോൺസ് ഓഫ് വാട്ടറാണ്. അതായത് അവിടെ ഇവിടെയുമായിട്ട് വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ പൊങ്ങി വരും മരുഭൂമിയിൽ. അതുപോലെ വരണ്ട നിലത്തെ നീരുറവയും. ഇതെല്ലാം കാണിക്കുന്ന എന്തുവാ? ജീവനാണ്. ഇതെല്ലാം ജീവനെ തന്നെയാണ്. അപ്പം ജീവനില്ലാതെ ജീവിക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ, തലയില്ലാതെ ജീവിക്കുന്നവരെ എനിക്ക് ദൈവം കാണിച്ചു തരാറുണ്ട്. കഴുത്തിന് മുകളിൽ തലയില്ല. ഇറ്റ്സ് റിയലി എ കേഴ്സ്. അതൊക്കെ മാറിപ്പോകണം ഈ വചനം വരുമ്പോൾ. പല മക്കളോടും നമ്മൾ പറയുമ്പോൾ അവർക്ക് കേൾക്കാനോ അല്ലെ മനസ്സിലാക്കാനോ ഉള്ള ശക്തിയില്ല. കാരണം കൊളോഷ്യൻസ് 2:18 പറയുന്നത്, തലയായവനെന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ഈ കഴുത്തിൻ്റെ മുകളിൽ ക്രിസ്തുവിൻ്റെ തലയില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു മൊബൈലും കൂടെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പോലും അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ കാലയളവിൽ എങ്ങനെ പറയും? യു ഹാവ് ടു യൂസ് ഈവൻ ദ ടെലിഫോൺ മെത്തേഡ് ഓർ വാട്സാപ്പ് ഓർ ദ TV or whatever facilities you have to increase the awareness of the living God. സത്യദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എസെക്കിയേൽ 47 പറയുന്നത്, വെള്ളം ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുകയാണെങ്കിൽ ആദ്യമേ നരിയോണിയോളം, പിന്നെ അത് മുട്ടറ്റോളം, പിന്നെ അരയോളം, പിന്നെ അത് കഴുത്തറ്റം വരുമ്പോഴാണ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തതായിട്ടുള്ള നദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരാൻ ഒക്കുന്നത്. അത് ദൈവത്തിൻ്റെ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിലേ നടക്കത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിൽ അതിനെക്കുറിച്ച് ഡിസയർ ചെയ്യണം. ഉള്ളവർ വിളിച്ചു പറയുകയാണെന്ന്, ഉള്ളവർ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൻ്റെ അവയർനെസ്. ആദ്യമേ ഒരു വിത്താണ് ഇടുന്നത്, ആ വിത്ത് കുറച്ച് കഴിയുമ്പം വേറൊരാളൂടെ പറയുമ്പോൾ അത് കിളുത്ത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ
പ്രാർത്ഥിക്കുമ്പോൾ അത് മതിയായിട്ട് മാറും. അതാണ് നമ്മുടെ ജോലി. ഓരോരുത്തർ വിളിച്ചു പറയുക. ഞാൻ പറയുന്നത് ചിലരുടെ ആത്മാവിനെ തൊടും, വേറൊരാൾ പറയുന്നത് വേറൊരാൾ തൊടും, ബട്ട് അറ്റ്ലീസ്റ്റ് പീപ്പിൾ ഹാവ് ടു സേ ഇറ്റ്. എഫേസ്യർക്ക് ലേഖനം 5:18-21 പറയുന്നത് ബി ഫീൽഡ് വിത്ത് ദ വൈൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായിട്ട് നിന്നിട്ട് സങ്കീർത്തനത്താലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തിൻ്റെ അവെയർനെസ് നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മുടെ ചുറ്റുപാടും അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള പലരും, ചില സ്ത്രീകൾ അവരുടെ അമ്മായിമ്മമാരെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്താൽ അതായത് ആത്മീയ പരിശുദ്ധാത്മാവില്ലാതെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസമുള്ള വ്യക്തികളായി മാറും. അവരുടെ ജഡീക ശക്തി പുറത്തു അത്രമായിട്ടാണ്. നിർബന്ധ ബുദ്ധി കാണിക്കുന്ന പല പ്രായം ചെന്ന സ്ത്രീകളെയും ഞാൻ ഈ അടുത്തിടെ തന്നെ ഞാൻ ചെങ്ങന്നൂർ ഒരു വീട്ടിൽ ചെന്നപ്പം പ്രായം ചെന്ന സ്ത്രീയാണ്. അവർക്ക് നടക്കാൻ വയ്യ, കാല് രണ്ടും അനങ്ങാൻ വയ്യാതിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ കിടക്കുന്നത്? സങ്കീർത്തനം 23 പറയരുത് എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവരെന്നോട് തിരിച്ചു പറഞ്ഞെന്ന്, അതേ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാതെ കിടക്കുകയാണ്, എന്നെ അന്വേഷിക്കാൻ ഒരു മനുഷ്യർ ഈ വീട്ടിലില്ല, എനിക്കാരും ഭക്ഷണം തരാം. അപ്പം ഞാൻ അങ്ങനെ എന്താ പറയുന്നത്? അങ്ങനെ എന്തിനാ പറയുന്നത്? സങ്കീർത്തനം 23 ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ് കാണാറിയാം. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം പറഞ്ഞപ്പം കാണാതെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷമായി ചിരിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നോളാന്ന് പറഞ്ഞു. ഈ ആത്മീക തലം പറയണമെങ്കിൽ ഈ കേൾക്കുന്ന വചനം പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് നമ്മുടെ കേൾവിയിൽ ഉണ്ടാക്കണം. അതല്ല എങ്കിൽ ക്രിസ്തീയ മെസ്സേജസ് കേൾക്കുന്ന പ്രോഗ്രാംസ് നമ്മുടെ വീട്ടിനകത്ത് ഇട്ട് കൊടുക്കണം. ആത്മാവുള്ള തലം, ആത്മീയ തലത്തിലുള്ളവർക്ക് വ്യക്തമായിട്ടും. അപ്പം ഞാൻ പ്രായമുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്, അവർക്ക് എഴുന്നേക്കാൻ വയ്യാതാകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വാക്യങ്ങളോ സന്ദേശങ്ങളോ പാട്ടുകളോ ഇട്ട് കൊടുത്താൽ അവരിൽ ഈ ദുഷ്ടാത്മാവ് വന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കും. കാരണം ഈ അന്തരീക്ഷത്തിൽ അന്ധകാര ശക്തിക്ക് അത്രമാത്രം ശക്തിയുള്ള ഒരു കാലയളവിലാണ് നമ്മൾ താമസിക്കുന്നത്. വി ഹാവ് ടു ബി മോർ അവെയർ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാട് എന്താ നടക്കുക? നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറുതലമുറകളെ കർത്താവേ അവർ കേൾക്കുന്നില്ല. അവർ ഉറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ ഈ വചനം അയക്കുമ്പോൾ അവരുടെ തലയിൽ നിന്ന് ഇത് കൊണ്ടിട്ട് നിൻ്റെ വചനം പറയുന്നു, അത് ചെന്ന് ക്രിയ ചെയ്തിട്ടല്ലാതെ തിരിച്ചു വരികയില്ല എന്ന്. അപ്പം പരിശുദ്ധാത്മാവ് പറയാണ്, നമ്മൾ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ നടുക്ക് കൂടെ പോകുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം വരണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. മേക്ക് മെലഡി ഇൻ അവർ ഹാർട്ട്. സങ്കീർത്തനം 100 പറയുന്നത് പോലെ സങ്കീർത്തനത്തിന് സ്തുതികാലം, അടുത്ത 100-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നോക്കും, സങ്കടത്തിൻ്റെ നടുക്കാണ് എഴുതി വെച്ചത്. 100-ാം സങ്കീർത്തനത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സത്യം നോക്കിയാൽ സകല ഭൂവാസികളുമായ യഹോവയെ ആർപ്പിടുവീൻ, യഹോവയ്ക്ക് ആർപ്പിടി, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ, യഹോവ തന്നെ ദൈവമെന്ന് അറിയുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിയണമെങ്കിൽ ദി അറ്റ്മോസ്ഫിയർ ഹാസ് ടു ചേഞ്ച്. അത് ദുഷ്ടശക്തി 1000 തരത്തിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ജോലിയിൽ അങ്ങേയറ്റം 24 മണിക്കൂർ ജോലി ചെയ്താലും പ്രയോജനമില്ലാതാക്കി വെച്ചിട്ട് മനുഷ്യന് ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യാത്തൊരു കാലാവസ്ഥ, എല്ലാം ഉണ്ട്, ഒന്നുമില്ല. ആ ഒരു കാലാവസ്ഥ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആത്മീക തലത്തെക്കുറിച്ച് മറന്നുപോയിട്ട് ജഡീക തലത്തെ പുഷ്ടി വെച്ച് ഒരു വലിയ കട്ടയാന ഉണ്ടാക്കി പുറത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അകത്തെ ഹോളി സ്പിരിറ്റ് ഞരങ്ങുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ ദൈവം പറയുകയാണ്, വരണ്ട നിലത്തേക്ക് ഞാൻ എൻ്റെ വെള്ളം അയക്കാൻ പോകും. അപ്പം വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത് ടു ബി ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ, വെള്ളത്തിനകത്ത് പോയിട്ട്. എന്നെ അട്രാക്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 6 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതുപോലെ ഈ പത്രോസിനകത്ത് എന്നെ ടച്ച് ചെയ്ത്, പത്രോസിനകത്ത് 3 നമ്മൾ പത്രോസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കയറി വന്നത്. സ്നാനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പത്രോസ് 3:21. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, വെള്ളം ഒഴിച്ച് കഴുകി നമ്മുടെ പുറത്തെ ജഡീകമല്ലിത്, പുറത്തെ ചെളി കഴുകാൻ വേണ്ടി അല്ല, പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ട് അപേക്ഷയാണ്. കർത്താവ് എൻ്റെ മനസ്സാക്ഷി, അതായത് എൻ്റെ അന്തരാത്മാവിനെ ദൈവത്തോട് ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഇന്ന് കടന്നു വരുന്നത്. പലരും എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ എന്നും ഈ കഷ്ടത നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ കഷ്ടതയുടെ സമയത്ത് എങ്ങനെ ഞാൻ ചിരിക്കാൻ വെക്കും, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്നുള്ളപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, വാട്ടർ ബാപ്റ്റിസം ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓർ എ പവർ ഇൻ യുവർ ലൈഫ്. അതിനെക്കുറിച്ച് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് റോമർക്ക് എഴുതിയ ലേഖനം 6
3 തൊട്ട് എന്നെ വളരെ ടച്ച് ചെയ്തിട്ടുള്ള ചില വാക്യമാണ്. അല്ല, 3-ാം വാക്യം 6-ന്റെ, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്താൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പം ഒരു മരണം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് പകുതി മൂടുക അല്ല, പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിൽ പോകുക. അതായത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റുന്ന എല്ലാവരും അവൻ്റെ മരണത്തിൽ പകുതി മരണം ഇല്ല, പൂർണ്ണമായിട്ടും ക്രൂശ് മരണം ഏറ്റതുപോലെ തന്നെ നമ്മളുടെ ജഡത്തെ മുഴുവനും മരിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മരണത്തോട് അനുരൂപമായി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ ജനനം അല്ലെ പുതുജീവൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. തയ്യാറുണ്ടോ? കാണുന്നുണ്ടോ? നമ്മുടെ അന്തരാത്മാവ് തുറക്കുന്നുണ്ടോ? കുറച്ച് പേരുടെയെങ്കിലും ഞാൻ ഈ വചനം അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ വന്ന് നിൽക്കുകയാണ്, ഇടതും വലതും ദൂതന്മാർ നിൽക്കുകയാണ്, ദൈവഗണങ്ങൾ നിൽക്കുകയാണ്. നമ്മൾ ഈ പറയുന്നത് കേൾക്കാൻ ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ പോലും അതിശയത്തോടുകൂടി നോക്കിയിരിക്കുക. കാരണം സത്യവചനങ്ങൾ വചന അടിസ്ഥാനത്തിൽ പറയാൻ തക്കവണ്ണമുള്ള ബലം പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുമ്പം ചിലർക്കൊക്കെ ഒരു അലർജി തോന്നിക്കുന്നതിൻ്റെ കാരണം വാട്ടർ ബാപ്റ്റിസത്തിൻ്റെ ഗുണമെന്തെന്ന് മനസ്സിലാകുന്നില്ല. വെള്ളത്തിനകത്ത് നീ അടിയിൽ പോയിട്ട് അവൻ്റെ മരണത്തോടും അവൻ്റെ പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു എങ്കിൽ എന്താണ് തടസ്സം? എത്യോപ്യൻ ചോദിച്ചില്ലേ, ഇതാ ദൈവത്തിൻ്റെ വചനം സത്യം കേട്ട് കഴിഞ്ഞപ്പോൾ എത്യോപ്യൻ വണ്ടി നിർത്താൻ പറഞ്ഞു. വെള്ളം ദാ ഇവിടെ ഉണ്ടല്ലോ, എന്താ തടസ്സമെന്ന് ഞാനും ചോദിക്കുകയാണ്. അന്തരാത്മാവ് സംസാരിക്കുന്നില്ലേ? അന്തരാത്മാവിനൊരു വിളിയില്ലേ നമ്മുടെ മുമ്പിൽ? കർത്താവിന് മുമ്പിൽ നീതിയോടെ നിൽക്കാൻ ആവശ്യമില്ലേ? കർത്താവ് നമ്മൾ ഈ ഭൂമിയിൽ പലതും കാണിച്ചു വെച്ചേച്ച് ദൈവസന്നിധി കടന്നു ചെല്ലുമ്പോൾ നമ്മളെ അറിയുന്നില്ല എന്നവൻ പറയാനിട്ടേ ആക്കരുത്. അതുകൊണ്ട് തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ഈ വാട്ടർ ബാപ്റ്റിസവും ഈ ദൈവത്തിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ബാപ്റ്റിസവും ഒക്കെ ചെന്ന് വീഴുമ്പം അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരെ ദൈവം പുതുതായിട്ടൊരു സൃഷ്ടിയാക്കി ദൈവത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കയറ്റുകയാണ്, പുതുജീവനിലേക്ക് മാറ്റുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബാപ്റ്റിസം കൊണ്ട് നമ്മൾ നേടുന്നത് നമ്മൾ ആത്മാവിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8:12-14 ഒക്കെ 8:15 ആകുമ്പോഴത്തേക്ക് പറയുന്നത് നാം ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നമ്മൾ അവകാശികളും കൂട്ടവകാശികളുമായി മാറിയിരിക്കുന്നു. അവകാശിയും കൂട്ടവകാശിയും ആണെങ്കിൽ കർത്താവ് പറയുന്നത് ചെയ്യാതെ എങ്ങനെ സാധിക്കും? കർത്താവ് പറയുന്നത് ചെയ്യാനുള്ള മനസ്സ് വരുമ്പോൾ സിറ്റുവേഷൻസ് മാറും, സാഹചര്യം മാറും. നോ മാറ്റർ വാട്ട്, ഇഫ് യു റിയലി ഡിസൈഡ്, നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ച്, ആത്മാവാണ് ഞാൻ പറയുമ്പോൾ ദൈവം ഈ ജഡീക തലത്തിനെ വിഭജിച്ച് നമുക്ക് തരും. ബിക്കോസ് ചെങ്കടലിൽ 2ആയിട്ട് മുറിഞ്ഞേ ഒക്കത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ബേസിക്കലി ദേഷ്യമുള്ള ക്യാരക്ടർ എന്നോട് പലരും ദേഷ്യമുള്ളവർ പറയും, എങ്ങനെയാണ് എൻ്റെ ദേഷ്യം പോകുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എല്ലാവർക്കും ദേഷ്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ബിക്കോസ് നമുക്ക് ജഡമുള്ളതുകൊണ്ട്, അത് മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ദൈവം തന്ന നല്ല സ്വഭാവം അഴുക്കാക്കി മാറ്റിയപ്പം ജഡം ദേഷ്യമായി മാറി. അതൊരു തീഷ്ണത ക്യാരക്ടറാണ്. പക്ഷേ അത് തിന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ ഓവർകം ചെയ്യും? യു ഹാവ് ടു ബി റിയലി സബ്ഡ്യൂഡ് ഇറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നിട്ട് നമ്മൾ ഇതിനെ അടിച്ചു താഴ്ത്തിയിട്ട് ആത്മാവിനെ പൊക്കിയെടുക്കുമ്പോൾ നമ്മളുടെ ദേഷ്യം മാറിയിട്ട് അവിടെ ഒരു സ്നേഹം ഇട്ട് തരാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവിന് ഈ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ ചില അബദ്ധങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം തരത്തിലുള്ള ആപത്തിൽ ചെന്ന് വീഴുന്നെന്നറിയാമോ? നമുക്കെല്ലാം ആ ക്യാരക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതെല്ലാം നമ്മളെ മാറ്റും. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം നമ്മൾ പറയുന്ന, ആർ യു റിയലി ലെഡ് ബൈ ദ സ്പിരിറ്റ്? നമ്മൾ പരിശുദ്ധാത്മാവിലാണോ നയിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്ന പോലെ പുറകെ വരികയാണോ? നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സ്പിരിറ്റ് റെലമിലെ ഏറ്റവും വലിയ അതോറിറ്റി പരിശുദ്ധാത്മാവ്. അത് വിശുദ്ധമാണ്. സ്പിരിറ്റ് റെലം ഒത്തിരി ഉണ്ട്, നമ്മൾ മനസ്സിലാകുന്നില്ല. ഈ സ്പിരിറ്റ് റെലമിൽ അന്ധകാര ശക്തി കിടന്ന് കളിക്കുന്നുണ്ട്. അവർക്ക് സ്ട്രാറ്റജീസ് ഉണ്ട്, വാഴ്ചകളെ, അധികാരങ്ങളെ, അവർക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഹയറാർക്കി ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ആത്മീയ തലത്തിൽ ഏറ്റവും വലിയ ഉന്നത പദവി പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത് എങ്കിൽ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ മുൻപോട്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കും. ലെറ്റ് മീ ടോക്ക് അബൌട്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് വെള്ളത്തിനകത്ത് മുങ്ങി പൊങ്ങുന്നതാണ് ബാപ്റ്റിസോ. അതിനകത്ത് കറക്ഷൻ വേറെ ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ആരൊക്കെയാണ് ബാപ്റ്റിസം എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ
സത്യം പറഞ്ഞാൽ വിളിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഇതിനകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാ ബാപ്റ്റിസം എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്നാനം ഏൽക്കേണ്ടത് മാനസാന്തരപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തി 2:38-30 ഒരാളെടുക്കും തലമുറയ്ക്കും വരുന്നുണ്ട്. പാപം ഏറ്റു പറയുന്നവർ മത്തായിയുടെ സുവിശേഷം 3:5-6 വിശ്വസിക്കുന്നവർ 1 കൊരിന്ത്യർ 12:13 സഭയോട് ചേരുന്നവർ അപ്പോസ്തല പ്രവൃത്തി 2:41 കർത്താവിൽ ചേരുന്നതിന് ആഗ്രഹിക്കുന്ന കൊളോഷ്യൻസ് 2:12. അപ്പം മാനസാന്തരപ്പെട്ട് പാപം ഏറ്റു പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവർ പുതിയ സഭയോട് ചേരുന്നവർ കർത്താവിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ബാപ്റ്റിസം എടുക്കുന്നത്. ബാപ്റ്റിസം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നീ വാട്ടർ ബാപ്റ്റിസം എടുക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന കുറേ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വാട്ടർ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വെള്ളത്തിനകത്ത് പോയി പൊങ്ങി വരുന്ന ബാപ്റ്റിസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് വേദപുസ്തകം റെഫർ ചെയ്തിരിക്കുന്നത്. യേശു ക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. യേശു ക്രിസ്തു വാട്ടർ ബാപ്റ്റിസം എടുക്കാൻ നിൽക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാനിത് ചെയ്യണോ, നീ എന്നെ ബാപ്റ്റൈസ് ചെയ്യേണ്ട വ്യക്തി. അപ്പോൾ യേശു ഇല്ല, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നു. കാരണം സ്വർഗം ചില നിയോഗങ്ങൾ നിയോഗിച്ചത് അനുസരിക്കുകയാണ്. ദൈവം തമ്പുരാൻ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ആ വാട്ടർ ബാപ്റ്റിസം എടുക്കുന്ന നിമിഷത്തിലാണ് സ്വർഗം രണ്ടായിട്ട് തുറന്ന് പരിശുദ്ധാത്മാ പ്രാവ് പോലെ യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മളിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ, അതോ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാൻ നോക്കുകയാണോ? ആർ വി റിയലി ഈ ആത്മീയ തലത്തിൽ നമ്മൾ കാണിക്കുന്ന ദൈവത്തിന് അറിയുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ആത്മാവിൽ വിശുദ്ധരാകുവിൻ, ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറയുവിൻ. നമ്മൾ എന്നെപ്പോലെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആയാൽ കൊള്ളാമെന്ന് പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മൾ പറയേണ്ടത് നമ്മളിലുള്ള ദൈവാത്മാവിൻ്റെ തീ കത്തിയിട്ട് പറയണം, എനിക്കും നിങ്ങളെപ്പോലെ ആകണം എന്നുള്ള ആഗ്രഹം വരണമെങ്കിൽ തീയില്ലാതെ ജീവനില്ലാതെ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ വാട്ടർ ബാപ്റ്റിസം? Baptism may look simple, but many spiritual things are happening simultaneously, each a tremendous blessing in the life of the believer. അതായത് വളരെ വാട്ടർ ബാപ്റ്റിസം വെള്ളത്തിൽ പോയി പൊങ്ങി വന്ന് ചിലർ മുങ്ങുന്നുണ്ട്. ആത്മാവിൻ്റെ നിറവില്ലാതെ മുങ്ങുന്നവർ ജീവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പലരോടും ഞാൻ പറയുന്നത് ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു നീ സ്വഭാവം മാറിയോ? സ്വഭാവം മാറിയിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ സ്വഭാവം മാറാത്തത്? ബിക്കോസ് ദേ ഹാവ് ദ ടീച്ച് ചെയ്യുന്നില്ല. സംബഡി ഈസ് നോട്ട് ടീച്ചിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എന്ന ദ അവയർനെസ്. നമുക്ക് ആ ബുദ്ധിമണ്ഡലത്തിൽ ഈ ആത്മീയ തലത്തിലുള്ള സത്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അപ്പം ആത്മീയ തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാണ്, നീ വാട്ടർ ബാപ്റ്റിസം എടുക്കുന്നു എങ്കിൽ, അതായത് യേശുക്രിസ്തു ചെയ്ത് തന്നെ നമ്മൾ ചെയ്യുന്നു എങ്കിൽ അതിന് പല ബ്ലെസ്സിങ്സ് അതിൻ്റെ കൂടെ ഉണ്ട്. അതിൽ 6 പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ദ ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ്, അനുസരണം. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ബാപ്റ്റിസം എടുക്കാതെ ഒക്കത്തില്ല. വെറുതെയാണ്, അല്ലാതെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് വെറുതെ. ഐ റിയലി ടെൽ യു ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ സത്യം ചെയ്യാതെ ചെയ്യുന്ന പല ക്രിയകളും ദൈവത്തിന് പൂർണ്ണ പ്രീതിയുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളതിന് കണക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ദ ബ്ലെസ്സിങ്സ് ഓഫ് ഒബീഡിയൻസ്. മത്തായിയുടെ സുവിശേഷം 28:18 ഞാൻ നേരത്തെ വായിച്ചതാണ്. ഭൂമിയോട് എങ്ങോട്ട് പോയിട്ട് സുവിശേഷം പറയാം, ബാപ്റ്റൈസ് ചെയ്യുക, അവരെ രക്ഷിക്കപ്പെട്ട ജനത. 2, ദ ബ്ലെസ്സിങ്സ് ഓഫ് പ്ലേസിങ് യു അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴെ കൊണ്ടുവരിക. മാനുഷിക തലമല്ല. വി ഓൾ ബിലോങ് ടു സം ഡിനോമിനേഷൻ. ചേർച്ചസിൽ ചില സഭകളിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിയമങ്ങളും റൂൾസുമുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് പറയട്ടെ, എല്ലാ ഒട്ടകത്തിനും ഊനുണ്ട്. ഊനില്ലാത്ത ഒരു സഭയില്ല. പക്ഷേ സഭകൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്നില്ല എങ്കിൽ അവിടെ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. യു ഹാവ് ടു ചേഞ്ച് ആൻഡ് കറക്റ്റ് ഇറ്റ്. എനിക്കത് പറയാൻ അധികാരമുണ്ടെങ്കിൽ ഞാനത് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്തിനാണ് ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്യാതിരിക്കാൻ? എന്താണ് നമുക്ക്? ദ ബ്ലെസ്സിങ്സ് ഓഫ് പ്ലേസിങ് യു അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗോഡ്, ദ ബ്ലെസ്സിങ് ഓഫ് ഡീപ്ലി അസോസിയേറ്റിംഗ് വിത്ത് ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ലൈഫ് ജീസസ്. ക്രിസ്തുവിൻ്റെ മരണത്തോടും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനോടും ഏകീഭവിക്കുന്നതായിട്ടാണ് സ്നാനത്തെക്കുറിച്ച് ദൈവം പറയുന്നത്. അതാണ് ഞാൻ മുമ്പേ വായിച്ചതാണ്, സമയക്കുറവുണ്ട്. റോമർക്ക് 6:2-11 വരെയുള്ള വാക്യം. ദെൻ മനസാക്ഷിയുടെ ഒരു ക്ലെൻസിങ്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസാക്ഷി, ബ്ലെസ്സിങ്സ് ഓഫ് എ ക്ലീൻ കോൺഷ്യൻസ്. 1 പത്രോസ് 3:21. അതായത് മനസാക്ഷിയുടെ വീണ്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പുറത്തെ ചെളി കളയാനല്ല ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത്. പിന്നെ ദ ബ്ലെസ്സിങ് ഓഫ് എ ഡിസിസീവ് കട്ട് ഓഫ് പോയിന്റ് ഫ്രം ദി ഓൾഡ് പാറ്റേൺ ഓഫ് ലൈഫ്. എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ മുഷ്ടി കൊണ്ട് നേടുന്നത് മാത്രമാണ് നേടുന്നതെന്നുള്ള, അതായത് ഞാൻ ചെയ്തെടുത്തു ഞാനേ എന്നുള്ള
ചിന്ത മാറിയിട്ട് ദൈവം എന്നുള്ള ചിന്തയിലേക്ക് കയറണമെങ്കിൽ ദർ ഇസ് എ കട്ട് ഓഫ്. നമ്മളെ മാറ്റും. ആ ജഡീക ചിന്തകളിൽ നിന്ന് തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലാക്കാനാണ് വാട്ടർ ബാപ്റ്റിസം ദൈവം വെച്ചിരിക്കുന്നത്. ദ ബ്ലെസ്സിങ് ഓഫ് സ്പിരിച്വൽ ഇൻസൈറ്റ്, അതായത് നമ്മളുടെ ആത്മീയ തലത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുന്നവരാകണം. പലപ്പോഴും അന്ധനെ ലീഡ് ചെയ്യുന്ന പോലെ ആകരുത്. നമ്മൾ അന്ധമായിട്ട് പോയി ചില ക്രിയകൾ ചെയ്യുന്നു, അതായത് നിർജീവ പ്രവൃത്തികളെന്ന് അതിനെക്കുറിച്ച് മനസ്സാക്ഷിയുടെ നിർജീവം ചെയ്ത് അതൊരു പാറ്റേണായി മാറിയിരിക്കുക. അത് മാറ്റണം. കർത്താവിന് നിർബന്ധമാണ്. പാപം ഏറ്റുപറഞ്ഞ് കർത്താവെ നീ പറയുന്നത് അനുസരിക്കാൻ തക്കവണ്ണം നീ അത് ചെയ്തു എങ്കിൽ, നീ വാഗ്ദത്തം ഞങ്ങളോട് കമാൻഡായിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ വി ആർ വില്ലിങ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് പലരുടെയും ഹൃദയങ്ങളിലേക്ക് ഇത് കടന്നു വന്ന് തൊടുന്നതായിട്ട് തന്നെ ഇന്ന് ആത്മാവ് രാവിലെ കാണിച്ചിരുന്നു. അനേക വിശ്വാസികൾ ജീവവെള്ളത്തിലേക്ക് വരുന്ന പുതിയ മീനുകളായിട്ട് മാറുന്നതായിട്ടാണ് എന്നെ ദൈവം കാണിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയങ്ങളിൽ വന്ന് കൊണ്ടിട്ട് പല പ്രാവശ്യം ഈ വചനം കേൾക്കണം. ഇത് പോയിൻറ്റ്സ് മാത്രമാണ്. ദേ ആർ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നേർവഴിക്ക് നടത്തും. ഈ വിഷയം ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ്. അനേകരുടെ ഹൃദയങ്ങളിൽ വന്ന് തൊടട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അനേക കുടുംബങ്ങളിൽ എന്താണ് ഈ ഭാരങ്ങൾ, എൻ്റേത് തീരാത്ത, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നന്മ വരാത്തത്, എന്തുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാത്തത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അനുസരണത്തിൻ്റെ ആത്മാവില്ല. അനുസരണത്തിൻ്റെ ആത്മാവ് കൊടുക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കർത്താവ് വാട്ടർ ബാപ്റ്റിസം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത്. കർത്താവിൻ്റെ ജീവൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് ക്രിസ്തു തന്നെത്താനെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്ക എന്ന് പിതാവിൻ്റെ ശബ്ദം തുറന്ന അന്ന് കേൾപ്പിച്ചു. എങ്കിലും ഞങ്ങൾ യേശു ക്രിസ്തു ചെയ്തത് തന്നെ ചെയ്യാൻ തക്കണം ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ തലമുറകളുടെ മേലെ അനുസരണത്തിൻ്റെ ആത്മാവ് ഇട്ട് കൊടുക്കാൻ ഈ വചനം ചെന്ന് കൊണ്ടിട്ട് ക്രിയ ചെയ്തിട്ട് തിരിച്ചു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ അവസ്ഥ കർത്താവേ, അവരൊക്കെ ദൈവമേ നാമമാത്രമായി നിന്നെ അറിയുന്നു എങ്കിൽ പരിശുദ്ധനായ ദൈവമേ ഒരു വരണ്ട നിലത്തൂടെയാണ് നടക്കുന്നത്. എൻ്റെ കർത്താവ് ഈ വരണ്ട നിലത്ത് പോയിട്ട് തെറ്റി ഒഴിഞ്ഞ് നടക്കുന്ന ഈ ആടുകളെ അന്വേഷിച്ച് എൻ്റെ പൊന്നപ്പച്ചൻ്റെ കാല് ചെരുപ്പ് പോലും ഇല്ലാതെ അവിടുന്ന് ഓടി ചെന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഓടാടി നടക്കുന്ന അലഞ്ഞ് നടക്കുന്ന അനേക കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് കൂട്ടിനകത്ത് ചേർക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. എല്ലാ സഭകളിലും ഒരു ജീവൻ്റെ ആത്മാവിൻ്റെ വെള്ളത്തിനെ അയച്ചു കൊടുക്കണമേ. വരണ്ട കുന്നിൻ്റെ മേലെ, അതേർത്ത് പൊട്ട മലകളുടെ മുകളിൽ നീ നദിയെ ഒഴുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. താഴ്വരയിൽ ഇരിക്കുന്നതിൻ്റെ നടുക്ക് നീരുറവ കർത്താവ് ഉറവ തരുമെന്ന് പറയുന്നു. മരുഭൂമിയിൽ നീർ പൊയ്ക തരാമെന്ന് നീ പറഞ്ഞിരിക്കുക. അവിടുത്തെ വരണ്ട നിലത്തെ ജീവനദി, ഇതൊക്കെ നിനക്കല്ലാതെ ആർക്ക് ചെയ്യാൻ സാധിക്കും? ഇത് മുഴുവൻ ജീവനാണ്. ഈ ജീവൻ തരുന്നത് നിൻ്റെ വാട്ടറാണ്. ആ വെള്ളമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ആവശ്യമായിട്ടുള്ള ക്രിയ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ ശുദ്ധീകരണത്തിനാണെങ്കിൽ എന്താണ് തടസ്സമെന്ന് ചോദിച്ചുകൊണ്ട് മുൻപോട്ടിറങ്ങാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ അപ്പച്ച. എല്ലാം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ചെന്ന് ഇത് കൊണ്ടിട്ട് ഒരു തീരുമാനമെടുക്കാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാഥ, യഹൂദയുടെ സിംഹം മുൻപിൽ വന്ന് നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. യഥാർത്ഥാവേ, നീ യാത്ര തുടങ്ങി അനേക മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വർഗത്തിലെ നീതിയുള്ള നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ ഇതിനകത്ത് കയറി വരട്ടെ അപ്പച്ച. ആത്മീയ അഭിഷേകമുള്ളവരായി മാറട്ടെ, വിളക്കുകളായിട്ട് നിൽക്കട്ടെ, മുകളിൽ കാണുന്ന നക്ഷത്രത്തെ പോലെ ശോഭിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ട് അവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതിനാലും ദൈവദൂതന്മാരെ അസൈൻ ചെയ്ത് വിട്ടിരിക്കുന്നതിനാലും നന്ദി. വാചനം അയച്ചാൽ അത് പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.